Good morning. Good morning, ma'am. Good morning, Good ma'am. morning. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് നാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അക്രഡിറ്റേഷന്റെ ആദ്യ ഭാഗമാണ് എടുക്കുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? സ്റ്റാൻഡേർഡ്, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ അല്ലേ എടുക്കേണ്ടത്. ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ അല്ലേ എടുക്കേണ്ടത്. സോ നെക്സ്റ്റ് വൺ ആണ് ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ. നാബ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ പഠിച്ചു കാണും അല്ലെ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ ബെനിഫിറ്റ്സ്? പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, പഠിച്ചതല്ലേ? പഠിച്ചിരുന്നില്ലേ? പഠിച്ചിരുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും കുറച്ച് വ്യത്യാസപ്പെടുത്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ, നാബിന്റെ അക്രഡിറ്റേഷനിൽ അംഗീകാരവുമായി ബന്ധപ്പെട്ട് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ആരൊക്കെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരൊക്കെ പങ്കാളികളാവുന്നുണ്ടോ അവർക്കെല്ലാം അക്രഡിറ്റേഷൻ വഴി നിരവധി പ്രയോജനങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്, ഓരോരുത്തർക്കും എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ ലഭിക്കുന്നത്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ. The accreditation benefits all stakeholders of a healthcare organization as discussed below. Stakeholders എന്ന് പറയുന്നത് പങ്കാളികൾ. ഈ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പങ്കാളികൾക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ ഒരു നാബിന്റെ അക്രഡിറ്റേഷൻ വഴി പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ, അതാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. പേജ് നമ്പറോ 87, 88 ആണോ നിങ്ങളുടെ? ഓക്കെ, അപ്പൊ നോക്കിയേ, പേഷ്യൻസ് ആണ് ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പേഷ്യൻസ് ആവുമ്പോ എന്താ, പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ അക്രഡിറ്റേഷൻ വഴി മോസ്റ്റ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആളുകൾ അല്ലെ, കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ആളുകൾ എന്ന് പറയും. ഓക്കെ, അക്രഡിറ്റേഷൻ ഈസ് മോസ്റ്റ് ബെനിഫിഷ്യൽ ടു പേഷ്യൻസ് സിൻസ് ഇറ്റ് റിസൾട്ട് ഇൻ ഹൈ ക്വാളിറ്റി ഓഫ് കെയർ പേഷ്യന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഇപ്പൊ ഇവിടെ പേഷ്യൻസിന് ഒരു അക്രഡിറ്റേഷൻ വഴി അല്ലെങ്കിൽ ഒരു അംഗീകാരം ലഭിക്കുന്നത് വഴി ആ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ടുള്ളത് അത് ആ പേഷ്യൻസിന് തന്നെയാണ് അല്ലെ. സിൻസ് ഇറ്റ് റിസൾട്ട് ഇൻ ഹൈ ക്വാളിറ്റി ഓഫ് പേഷ്യന്റ് കെയർ, ആ ഓരോ രോഗികൾക്കും നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം ഇതിലൂടെ അവർക്ക് ലഭ്യമാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, ഈ പേജില്ലേ നിങ്ങളുടെ കുറച്ചു പേരുടെ ഇല്ല, അങ്ങനെയാണോ? എങ്ങനെയാണ്? കുറച്ചു പേരുടെ ഇല്ല, കുറച്ചു പേരുടെ ഉണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? ബാക്കിയുള്ളവരുടെ കുറച്ചു പേരുടെ ഉണ്ട് അല്ലെ. അപ്പൊ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ നോട്ട്സ് ചിലപ്പോ വന്നതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ആവാം. അപ്പൊ ഇല്ലാത്തതുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് കോപ്പി എടുത്ത് വെച്ചോളാം കേട്ടോ, കയ്യിൽ കരുതിയേക്കണേ. ഇല്ലാത്തവര് കേട്ടോ, ഇല്ലാത്തവര്. ഓക്കെ ഓക്കെ, നോക്കിയേ, ഇപ്പൊ നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള രോഗി പരിചരണം അക്രഡിറ്റേഷൻ വഴി ആ പേഷ്യൻസിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സുരക്ഷയൊക്കെ നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ഉറപ്പാക്കാൻ സാധിക്കുന്നത് കൊണ്ട് അക്രഡിറ്റേഷൻ വഴി ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് പേഷ്യൻസിന് തന്നെയാണ്. Then patients everywhere, including those in developing countries, have the right to receive high quality care in a safe environment, and the NAB is a step in that direction. അടുത്തതായിട്ട് പറയുന്നത് പേഷ്യൻസ് എവരിവെയർ, അതായത് എവിടെയുള്ള പേഷ്യൻസും ആയിക്കോട്ടെ, ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രി,
വികസ്വര രാജ്യങ്ങളിലുള്ളതോ അല്ലെങ്കിൽ എവിടെയുള്ള ഏതൊരു പേഷ്യന്റിനും അവരുടെ അവകാശമാണ് അവർക്ക് ഉയർന്ന നിലവാരമുള്ള ഒരു രോഗി പരിചരണം സേഫ് എൻവയോൺമെന്റ്, സുരക്ഷിതമായ അന്തരീക്ഷത്തില് ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം കിട്ടണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. ആ ഒരു അവകാശം നമുക്ക് ഈ ഒരു നാവ് വഴി, അതായത് സ്റ്റെപ്പ് ഇൻ ദാറ്റ് ഡയറക്ഷൻ, ആ ഒരു ദിശയിലേക്കുള്ള ഒരു ചുവടുവെക്കൽ അല്ലെങ്കിൽ ഒരു കാൽവെപ്പാണ് നാവ് അക്രഡിറ്റേഷൻ വഴി നമുക്ക് ലഭ്യമാക്കി തരുന്നത്. അപ്പൊ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ അക്രഡിറ്റേഷൻ കിട്ടിയാൽ അതുവഴി ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുന്നത് പേഷ്യൻസിനായിരിക്കും. അവർക്ക് അതിലൂടെ നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള രോഗി പരിചരണം കിട്ടുന്നു, ആ രോഗിയുടെ സേഫ്റ്റി, സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തന്നെ എവിടെയുള്ള ഏത് പേഷ്യൻസും ആയിക്കോട്ടെ, ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ഏതൊരു പേഷ്യന്റിന്റെയും അവകാശമാണ് അവർക്ക് നല്ല സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം കിട്ടണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു നാവിന്റെ അംഗീകാരം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള ഒരു ആദ്യ സ്റ്റെപ്പാണെന്ന് പറയാം. ഇതിലൂടെ ഈ അംഗീകാരത്തിലൂടെ നമുക്ക് ഈ പറയുന്ന എവിടെയുള്ള ആളുകൾക്കും ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? അടുത്തതായിട്ട് പറയുന്നത് പേഷ്യൻസ് ആർ മെയ്ഡ് അവെയർ ഓഫ് ദിയർ റൈറ്റ്സ്. ഇപ്പൊ പേഷ്യൻസ് ഇതൊരു അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അക്രഡിറ്റേഷൻ വഴി പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, ഒരു അവബോധം ഉണ്ടാക്കണം, അവർക്കൊരു അവയർനെസ് കൊടുക്കണം. എന്തൊക്കെയാണ് അവർക്ക് കിട്ടാനുള്ളതായിട്ട്, അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് എന്തൊക്കെ റൈറ്റ്സ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടാനായിട്ട് ആ പേഷ്യൻസിന് അവകാശമുണ്ട് അല്ലെ. അവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ സാധിക്കും. And these rights are respected and protected. ഈ പേഷ്യൻസിന്റെ ഇങ്ങനെയുള്ള അവകാശങ്ങൾ ബഹുമാനിക്കപ്പെടുകയും അതുപോലെ സംരക്ഷിക്കപ്പെടുകയും ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നത് അല്ലെ. നമ്മൾ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചതല്ലേ, പഠിച്ചിരുന്നില്ലേ? patient rights and education, family rights and education അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. നാപ്പെന്ന് പറഞ്ഞ മെയിൻ സെക്ഷനിലേക്ക് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ അവകാശങ്ങൾ എന്താണ്, അതിനെ കുറിച്ച് ഓരോ രോഗികൾക്കും ഒരു അവബോധം ഇതിലൂടെ കിട്ടും. അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും എന്തിലൂടെ സാധിക്കുന്നുണ്ട്, ഈ അക്രഡിറ്റേഷൻ വഴി. And the accreditation of the patient satisfaction is regularly evaluated for quality improvement. ആ ഒരു സ്ഥാപനത്തിലെ കൊടുക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പതിവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർലി ഇവാലുവേറ്റഡ്. അവർ ആ ഒരു പേഷ്യൻസിന്റെ ഓരോരുത്തരുടെയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എത്രത്തോളം ഉണ്ട്, ഇവര് കൊടുക്കുന്ന സേവനവുമായി ബന്ധപ്പെട്ട് ഓരോ പേഷ്യൻസിന്റെയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് റെഗുലർലി പതിവായി എന്ത് ചെയ്യുന്നു, വിലയിരുത്തൽ നടത്തുകയും അതിലൂടെ ആവശ്യമായിട്ടുള്ള മെച്ചപ്പെടുത്തൽ നമുക്ക് നടത്താനും സാധിക്കും. So the accreditation does help to maintain a patient-centric approach in healthcare. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്തിനു സഹായിക്കുന്നു എന്ന് പറഞ്ഞേ, പേഷ്യന്റ്-centric approach എന്ന് വെച്ചാൽ എന്താ, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സമീപനമാണ് അല്ലെ. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് പേഷ്യൻസിന് എത്ര രീതിയിലുള്ള നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ പറ്റുമോ അതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലെ. മറ്റുള്ളവരെക്കാൾ അവിടെ പേഷ്യന്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും പ്രാധാന്യം കൊടുക്കുന്നതും. അവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള രീതിയിലുള്ള സമീപനമാണ് അക്രഡിറ്റേഷൻ വഴി നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് പേഷ്യൻസിന് എന്ത് കിട്ടുന്നു, അവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം കിട്ടുന്നു. അതുപോലെ തന്നെ അക്രഡിറ്റേഷന്റെ ഫലമായിട്ട് അവരുടെ ഓരോരുത്തരുടെയും അവകാശങ്ങളെ ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് പേഷ്യൻസിന്റെ ഓരോരുത്തരുടെയും സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പതിവായിട്ട് വിലയിരുത്തൽ നടത്തി ആവശ്യമായ രീതിയിലുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് നടത്താനും അക്രഡിറ്റേഷൻ വഴി നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞേ, ഒരു പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച്, ഒരു രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തിനാണ് അക്രഡിറ്റേഷൻ സഹായിക്കുന്നത്.
ക്ലിയർ ആണോ? സെക്കൻഡ് പാരഗ്രാഫ് ഓക്കെ ആണോ? അത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഒരു 4 പോയിന്റ്സ് പറയുന്നുണ്ട്. അതായത് പേഷ്യൻസിന് ഒരു അക്രഡിറ്റേഷൻ വഴി കിട്ടുന്ന ബെനിഫിറ്റ്സ് തന്നെയാ പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത് നോക്കിയേ, ഗുഡ് ഹെൽത്ത് ഔട്ട്കംസ്. എന്താണ് ഗുഡ് ഹെൽത്ത് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ? ഒരു നല്ല ആരോഗ്യ ഫലങ്ങൾ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് അല്ലെ. നല്ലൊരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള സർവീസുകൾ നല്ല ക്വാളിറ്റിയിലുള്ള സർവീസുകളായിരിക്കും അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് ആ ഒരു ക്വാളിറ്റിയുള്ള സർവീസുകൾ കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ഹെൽത്ത് ഔട്ട്കം കിട്ടില്ലേ, ആരോഗ്യപരമായിട്ടുള്ള ഒരു ഫലം നമുക്ക് കിട്ടുന്നില്ലേ. നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനത്തിലേക്ക് പോകുന്നത് വിചാരിക്കും. പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് നല്ല ക്വാളിറ്റിയുള്ള പരിചരണങ്ങളും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ റൈറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആകുന്നുണ്ട്, നമ്മുടെ എല്ലാ രീതിയിലുള്ള സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട നല്ല റിസൾട്ട് അല്ലേ നമുക്ക് കിട്ടുക അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗുഡ് ഹെൽത്ത് ഔട്ട്കം, നല്ലൊരു ആരോഗ്യ ഫലങ്ങൾ ആ പേഷ്യന്റിന് ഈ അക്രഡിറ്റേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം വഴി ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. ഓരോ പേഷ്യൻസും അവിടെ വരുന്ന ഓരോ പേഷ്യൻസും ക്ലയൻസ് ആണ് അല്ലെ. അപ്പൊ ഈ ക്ലയൻസിന്റെ സംതൃപ്തി നമുക്ക് ഇതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റും ഇല്ലേ. നമുക്കൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ അവർക്ക് സർവീസുകൾ അനുസരിച്ച് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിലൂടെ കിട്ടുന്നുണ്ട് അല്ലെ, സംതൃപ്തി കിട്ടുന്നുണ്ട്. മൂന്നാമത്തത് വാല്യൂ ഫോർ മണി. എന്താണ് വാല്യൂ ഫോർ മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് ഇല്ലേ. ചില ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ഈടാക്കാറുണ്ട് നമ്മുടെ അല്ലെ, എന്നാൽ അതിനനുസരിച്ചുള്ള സർവീസ് നമുക്ക് ചിലപ്പോ തരാറില്ല. അപ്പൊ നമ്മുടെ പണം എങ്ങനെയാ, നമ്മുടെ ആ ഒരു കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? അവിടെ കിട്ടുന്നുണ്ടോ? നമ്മൾ ഒരുപാട് പണം ചിലവാക്കുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന സർവീസും അത്രയും നല്ലതല്ലെങ്കിൽ ആ ഒരു പണത്തിനുള്ള മൂല്യം നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. ത്തിനുള്ള മൂല്യം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതേസമയം നമ്മൾ കൊടുക്കുന്ന പണത്തിന് അതിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റിയുള്ള പരിചരണങ്ങളും എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആ ഒരു സ്ഥാപനം നമുക്ക് തരിക എന്ന് പറയുമ്പോൾ അതൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമായിരിക്കും അങ്ങനെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് അത് തരാനായിട്ട് കഴിയും, കാരണം അവരെല്ലാ രീതിയിലുമുള്ള സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എത്ര രൂപ ചിലവാക്കിയാലും ആ കൊടുക്കുന്ന പണത്തിനുള്ള ഒരു തിരികെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു പണത്തിന്റെ മൂല്യം നമുക്ക് അവരുടെ സർവീസുകളിലൂടെ തിരിച്ചു കിട്ടുന്നുണ്ട്. നാലാമത്തത് പറയുന്നത് ലെസ് ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിരാശ. ഫ്രസ്ട്രേഷൻ എന്ന നിരാശ അല്ലെ, കുറവ് നിരാശ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പണം ചിലവാക്കിയിട്ട് നമുക്ക് നല്ലൊരു സർവീസ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഫ്രസ്ട്രേഷൻ, ഒരു ദേഷ്യമോ നിരാശയൊക്കെ വരാം ഇല്ലേ. വരില്ലേ? നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ചിലവാക്കിയിട്ട് നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല സർവീസ് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ നിരാശയൊക്കെ വരാം അല്ലെ. അതേസമയം ഇവിടെ നമ്മൾ കൊടുക്കുന്ന പണത്തിന് നല്ല സർവീസുകൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നിരാശയുടെ കാര്യം വരേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ വരേണ്ടതായിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് പേഷ്യൻസിന് ഒരു അക്രഡിറ്റേഷൻ വഴി കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഒരു 4 പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി പറയണോ ആ 4 പോയിന്റ്? ക്ലിയർ ആണോ? പേഷ്യൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഓക്കെ ആണോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. ക്ലയന്റ് എന്നാണ് അവിടെ, ക്ലയന്റ് എന്നാണ് കേട്ടോ, ക്ലയന്റ് എന്നാണ് കേട്ടോ. ഒന്ന് തിരുത്തിയേക്കണേ. ലെസ് ഫ്രസ്ട്രേഷൻ എന്താണെന്നാണോ ചോദിച്ചേ അഫ്നാൻ? ലെസ് ഫ്രസ്ട്രേഷൻ എന്താണെന്നാണോ ചോദിച്ചേ? ലെസ് ഫ്രസ്ട്രേഷൻ മിസ് പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഒരുപാട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്കൊരു സർവീസ് വേണം, നമ്മളൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയാ പോയിരിക്കുന്നത്, നമ്മൾ ഒരുപാട് പണമൊക്കെ ചെലവാക്കി അതിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ ഒരുപാട് പണം നമ്മൾ കൊടുത്തു. പക്ഷെ നമുക്ക് ആ പണത്തിനുള്ള സർവീസോ കാര്യങ്ങളോ അവർ തരുന്നില്ല. പണം മാത്രം അവർ ആവശ്യപ്പെടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള സർവീസോ ട്രീറ്റ്മെന്റോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് വഴി കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യവും നിരാശയൊക്കെ വരില്ലേ? വരുമോ? വരും. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം നല്ല ക്വാളിറ്റിയുള്ള ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണമാണ് കൊടുക്കുന്നത്
അല്ലെ? അവിടെ നമ്മൾ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം തിരിച്ചു കിട്ടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള സർവീസ് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു നിരാശയുടെ കാര്യമുണ്ടോ? ഉണ്ടോ? നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? നല്ല സർവീസ് കിട്ടിയാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ദേഷ്യമോ നിരാശയോ തോന്നേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യവും നിരാശയൊക്കെ നമുക്ക് കുറവായിരിക്കും. കാരണം നല്ല സർവീസുകൾ കിട്ടുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റൈറ്റ്സ്, നമ്മുടെ റൈറ്റ്സ് എല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, നമുക്ക് നല്ല സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു നിരാശയുടെ ആവശ്യമില്ല, നമുക്ക് ധൈര്യമായിട്ട് ആ ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലാം. ക്ലിയർ ആണോ? പേഷ്യൻസുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് ഓക്കെ ആണോ? അടുത്തത് ഹോസ്പിറ്റൽസ്. ഇനി എന്തൊക്കെയാണ് ഹോസ്പിറ്റൽസിന് ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ? നോക്കി, അക്രഡിറ്റേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ stimulates continuous improvement in its governance, operations and functions. ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ എല്ലാ മേഖലകളിലുമുള്ള ഒരു മെച്ചപ്പെടുത്തലാണ്. അതായത് അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ടാവാം, അവിടുത്തെ ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളും ഫങ്ഷൻസും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ടുള്ള ഒരു മെച്ചപ്പെടുത്തലാണ് ഈ പറയുന്ന അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ വഴി എത്തിക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഉത്തേജിപ്പിക്കുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അവരുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അവിടെ നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ഏരിയയിലും ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, ഒരു മെച്ചപ്പെടുത്തലിനെ ആര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു അക്രഡിറ്റേഷൻ കിട്ടിയാൽ ആ ഒരു സമയത്ത് വേണ്ടി മാത്രമല്ല അവർ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്, അല്ലെ? കണ്ടിന്യൂസ്ലി അത് കീപ്പ് ചെയ്ത് പോകണം, അല്ലെ? അതിന് അപ്പൊ കണ്ടിന്യൂസ്ലി കീപ്പ് ചെയ്യുമ്പോൾ എന്താ? അതിനനുസരിച്ച് തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് അവർ നടത്തിക്കൊണ്ട് പോകണം. എവിടേക്കാണോ കുറവുകൾ വരുന്നത് അവിടെ കൃത്യമായിട്ട് ഇവാലുവേഷൻസ്, റെഗുലർലി ഇവാലുവേഷൻസ് നടത്തി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് നടത്തുന്നതിനെ എന്ത് ഉത്തേജിപ്പിക്കുന്നുണ്ട്, എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്? ഈ അക്രഡിറ്റേഷൻ കിട്ടുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത്, ഇറ്റ് enables the hospital to show that they are committed to quality care and patient safety, and this in turn improves the confidence of the community served by the hospital. എന്താ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്? ഇറ്റ് enables the hospital, ഹോസ്പിറ്റലിനെ എന്തിനു പ്രാപ്തരാക്കുന്നു? to show that they are committed to quality care. അതായത് അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണവും ആ പേഷ്യൻസിന്റെ സുരക്ഷയും ഉറപ്പുവരുത്താം, അല്ലെ? ആ രോഗികളുടെ സുരക്ഷയായിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള കെയർ ആയിക്കോട്ടെ, ഇതിലെല്ലാം ആര് പ്രതിജ്ഞാബദ്ധരാണ് അല്ലെങ്കിൽ ആര് കമ്മിറ്റഡ് ആയിരിക്കുന്നു? അതിനുവേണ്ടി ആരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്? ആ ഹോസ്പിറ്റലിനെ പ്രാപ്തരാക്കുന്നു. പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കേണ്ടതും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റലാണ്, അല്ലെ? അവരാണ് അതിന് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളത് അല്ലെങ്കിൽ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി ആ ഹോസ്പിറ്റലിനെ പ്രാപ്തരാക്കുന്നത് ഇതുവഴിയാണ്, ഈ ഒരു അക്രഡിറ്റേഷനിലൂടെയാണ് നടക്കുന്നത്. So this in turn improves the confidence of the community served by the hospital. So ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ ആ ഹോസ്പിറ്റല് സർവീസ് കൊടുക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആ ഹോസ്പിറ്റലിനോടുള്ള ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സഹായിക്കും. Then അടുത്ത പോയിന്റ് പറയുന്നത്, the accreditation also means that the hospital is at par with the best and may also provide a competitive edge over other organizations. എന്താ പറയുന്നത്? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഹോസ്പിറ്റൽ ഈസ് അറ്റ് പാർ വിത്ത് ദ ബെസ്റ്റ്. ഹോസ്പിറ്റൽ എങ്ങനെയാണ്? മറ്റു ഹോസ്പിറ്റലെ അപേക്ഷിച്ച് ഈ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ആണെന്ന്, അല്ലെ? ഏറ്റവും മികച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റും, ഇല്ലേ? ആൻഡ് മേ ഓൾസോ പ്രൊവൈഡ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ് ഓവർ ദ അതർ ഓർഗനൈസേഷൻ. മറ്റ് സ്ഥാപനങ്ങളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു നേട്ടം ഈ ഒരു സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഏതൊരു മേഖലയാണെങ്കിലും, ഇപ്പൊ ഹോസ്പിറ്റൽ മേഖലയാണെങ്കിലും ഹോസ്പിറ്റൽ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലേ? ഉണ്ടോ? ഹോസ്പിറ്റൽസ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലേ?
ഇല്ലേ? ഓരോ ഹോസ്പിറ്റൽസും പുതിയ പുതിയ സർവീസുകൾ കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഏതൊരു മേഖലയിലും ഉള്ളതുപോലെ തന്നെ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയില് അതിലിപ്പോ ഒരു 5 സ്ഥാപനമാണ്, അവിടെ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ഓരോരുത്തരും ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വിചാരിക്കുക. അതിലൊരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമായിരിക്കില്ലേ അല്ലെ? ആ ഒരു മത്സരം, അതായത് അവരോട് കോമ്പീറ്റ് ചെയ്ത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു നേട്ടമാണ് ആ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനം ഏറ്റവും മികച്ചതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ അതിലൂടെ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഉത്തേജിപ്പിക്കുന്നത്? ആ ഹോസ്പിറ്റലിലെ ഭരണപരമായിട്ടും അവിടുത്തെ പ്രവർത്തനപരമായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു തുടർച്ചയായിട്ടുള്ള ഒരു മെച്ചപ്പെടുത്തലാണ് ഇതിലൂടെ ആ സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് എന്തിനു വേണ്ടി ആ ഹോസ്പിറ്റലിനെ പ്രാപ്തരാക്കുന്നു എന്ന് പറയുന്നത്, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കണം. ആ പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെ, അവരുടെ സേഫ്റ്റി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംരക്ഷിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള വ്യക്തികളാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണമെങ്കിൽ അതിനുവേണ്ടി ആ ഹോസ്പിറ്റലിനെ പ്രാപ്തരാക്കുന്നത് ഈ അക്രഡിറ്റേഷൻ വഴിയാണ്. മൂന്നാമത്തെ കാര്യം പറയുന്നത്, ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റല് സർവീസ് കൊടുക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ആ ഹോസ്പിറ്റലിനോടുള്ള ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ ഇതിലൂടെ സഹായകമാകുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, ഒരു അക്രഡിറ്റേഷൻ കിട്ടുക, ഒരു ഹോസ്പിറ്റലിന്റെ അംഗീകാരം കിട്ടി എന്ന് പറഞ്ഞാൽ അത് മറ്റ് ഓർഗനൈസേഷൻ, അവരോട് കോമ്പീറ്റ് ചെയ്യുന്ന അല്ലെ, അവരോട് മത്സരിക്കുന്ന മറ്റു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷനിടയിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനം ദ ബെസ്റ്റ് ആണ്, വളരെ മികച്ചതാണ് എന്ന് നമുക്ക് പറയാനും ഇതിലൂടെ സാധിക്കും. ക്ലിയർ ആണോ ഹോസ്പിറ്റൽസിന്റെ ബെനിഫിറ്റ്സ്? ഓക്കെ ആണോ? മൂന്നാമത്തത് സ്റ്റാഫുകളുടെയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതിലൂടെ കിട്ടുക എന്നുള്ളതാണ്. Okay, accreditation provides an opportunity for the staff of the hospital to be a part of continuous learning process and a good working environment with uniformity in all policies. അതായത് ഇവിടെ സ്റ്റാഫുകൾക്കുള്ള ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ സ്റ്റാഫുകളുടെ ഒരു ചിന്തയിൽ നിന്ന് നോക്കാം. Okay, accreditation provides an opportunity for the staff. എന്തിനുള്ള ഒരു അവസരമാണ് അക്രഡിറ്റേഷൻ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത്? Of the hospital to be a part of continuous learning process. തുടർച്ചയായിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഒരു പഠന പ്രക്രിയയുടെ ഭാഗമാകാനായിട്ട്. കാരണം അവിടെ എന്താ, ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ ഓരോ രീതിയിലുമുള്ള ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക അല്ലെ, ഒരു സമയത്ത് മാത്രമുള്ള ഒരു പ്രൊസീജിയർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് അവർ പല കാര്യങ്ങളും പഠനം നടത്തിക്കൊണ്ടിരിക്കുക അല്ലെ, ഒരു ലേണിംഗ് പ്രോസസ് ആണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തുടർച്ചയായിട്ട് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ച് അവർ ആ ഒരു പഠന പ്രക്രിയയിൽ തുടർച്ചയായിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഭാഗമാകുന്നുണ്ട്. അതിനുള്ളൊരു അവസരം അക്രഡിറ്റേഷനിലൂടെ ഈ സ്റ്റാഫുകൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ലൊരു പ്രവർത്തന അന്തരീക്ഷം അക്രഡിറ്റേഷൻ വഴി ഇവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ, വിത്ത് യൂണിഫോമിറ്റി ഇൻ പോളിസീസ്. എല്ലാ നയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പോളിസികളിലും ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു തുല്യതയുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു ഏകീകരിക്കുന്ന രീതിയിൽ യൂണിഫോം ആയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിൽ അംഗീകാരം കിട്ടിയാലും മറ്റൊരു ഹോസ്പിറ്റലിൽ അംഗീകാരം കിട്ടിയാലും അവർ പാലിക്കേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ ഈക്വൽ ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന് വേണ്ടി പ്രത്യേക മാനദണ്ഡങ്ങൾ, മറ്റൊരു ഹോസ്പിറ്റലിന് വേണ്ടി പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടാവും.
ഇല്ല, വളരെ യൂണിഫോം ആയിരിക്കും. എല്ലായിടത്തും ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ള പോളിസികളും സ്റ്റാൻഡേർഡ്സും ആയിരിക്കും കീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ആ യൂണിഫോം ആയിട്ടുള്ള പോളിസികളിൽ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ്, പഠന പ്രക്രിയയുടെ ഭാഗമാകാനുള്ള ഒരു അവസരം കൂടി അക്രഡിറ്റേഷൻ അവിടുത്തെ ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഇറ്റ് എൻകറേജസ് ലീഡർഷിപ്പ് സ്കിൽസ് ഇൻ സ്റ്റാഫ്. ഇതുവഴി അവിടെയുള്ള ജീവനക്കാർക്ക് ഒരു ലീഡർഷിപ്പ് സ്കിൽ, എന്താണ് ഒരു ലീഡർഷിപ്പ്? നേതൃത്വ നൈപുണ്യം, അല്ലെ? ഒരു നേതൃത്വമായിട്ടുള്ള പരമായിട്ടുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു നൈപുണ്യം അല്ലെങ്കിൽ ഒരു കഴിവ് അവർക്ക് ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഓൾ എബോവ് ഓൾ പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദ ക്ലിനിക്കൽ പ്രോസസ്സസ്. ഇനി എന്താണ് അടുത്തതായിട്ട് പറയുന്നത്? ആ ഒരു അവിടെ കൊടുക്കുന്ന എല്ലാ ക്ലിനിക്കൽ പ്രോസസ്സുകളും, ചികിത്സാപരമായിട്ടുള്ളത് അടങ്ങുള്ള എല്ലാ തരത്തിലുമുള്ള പ്രക്രിയയുടെ ആ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഉടമസ്ഥാവകാശം ഇവർക്ക് ലഭ്യമാകുന്നത്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവര് കൊടുക്കുന്ന ആ ഒരു ക്ലിനിക്കൽ പ്രക്രിയകൾ ആരുടെ നേതൃത്വത്തിലാണ് കൊടുക്കുന്നത്? ആരും കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും അതിനുള്ള സ്റ്റാഫുകളിലൂടെയല്ലേ നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? സ്റ്റാഫുകളിലൂടെയല്ലേ കൊടുക്കുന്നത്. അപ്പൊ ആ സ്റ്റാഫുകൾക്കാണ് അതിനുള്ള ഉടമസ്ഥാവകാശം. എന്ത്? നല്ല ക്ലിനിക്കൽ പ്രോസസ്സുകള് നൽകാനായിട്ടുള്ള ഒരു അവകാശം ആരിലാണ് ഇരിക്കുന്നത്? ആ ജീവനക്കാർക്കാണ്. അങ്ങനെ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ആ സ്റ്റാഫുകൾക്ക് കിട്ടുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പറയുന്നത് ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ്സ് ഓവറോൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ക്ലിനിഷ്യൻസ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. അവിടെ വർക്ക് ചെയ്യുന്ന ക്ലിനിഷ്യൻസ് ആയിക്കോട്ടെ, മറ്റു ഫിസിഷ്യൻസ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ ജീവനക്കാർക്കും ഒരു ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിൽ അവരുടെ ഒരു പ്രൊഫഷണൽ പരമായിട്ടുള്ള ഒരു ജോലിയുമായി ബന്ധപ്പെട്ട തൊഴിൽപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു വികസനം നമുക്ക് ഇതിലൂടെ അക്രഡിറ്റേഷനിലൂടെ സാധ്യമാകുന്നുണ്ട്. അപ്പൊ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള ജീവനക്കാർക്ക് എന്തിനുള്ള അവസരമാണ് നൽകുന്നത്? അവർക്ക് നല്ല രീതിയിൽ ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല യൂണിഫോം പോളിസികൾ, ഏകീകൃതമായിട്ടുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠന പ്രക്രിയയുടെ ഭാഗമാകാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ അവർക്കൊരു അവസരം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എൻകറേജ് ലീഡർഷിപ്പ് സ്കിൽസ് ഇൻ സ്റ്റാഫ്. അവിടെയുള്ള ജീവനക്കാർക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരു നേതൃത്വ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ അക്രഡിറ്റേഷൻ വഴി. അടുത്തതായിട്ട് പറയുന്നത് പ്രൊവൈഡ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ക്ലിനിക്കൽ പ്രോസസ്സസ്. ക്ലിനിക്കൽ പ്രക്രിയ ഹോസ്പിറ്റലാണ് കൊടുക്കുന്നതെങ്കിലും അവിടെയുള്ള എല്ലാ തരത്തിലുമുള്ള ചികിത്സാപരമായിക്കോട്ടെ എല്ലാ തരത്തിലുമുള്ള പ്രോസസ്സുകളും ആരുടെ ഉടമസ്ഥതയിൽ തന്നെയാണ് ചെയ്യുന്നത്? അവിടുത്തെ ജീവനക്കാരിലൂടെയാണ് നമ്മളത് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് അതിനുള്ള ഒരു ഉടമസ്ഥാവകാശം ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ഈ അംഗീകാരത്തിലൂടെ ഈ അക്രഡിറ്റേഷനിലൂടെ ലഭ്യമാകുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞത് ഈ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും, ഫിസിഷ്യൻസ് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും തൊഴിൽപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നമുക്ക് അക്രഡിറ്റേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആണോ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എംപാനൽമെന്റ്. എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കി? അക്രഡിറ്റേഷൻ പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റീവ് സിസ്റ്റം ഓഫ് എംപാനൽമെന്റ് ബൈ ഇൻഷുറൻസ് ആൻഡ് അതർ തേർഡ് പാർട്ടീസ്. അതായത് ഇവിടെ അക്രഡിറ്റേഷൻ വഴി ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് സിസ്റ്റം ഓഫ് എംപാനൽമെന്റ് ബൈ ഇൻഷുറൻസ് ആൻഡ് അതർ തേർഡ് പാർട്ടീസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം, ആ ഒരു സ്ഥാപനത്തിനെ എവിടേക്കൊക്കെ തിരഞ്ഞെടുക്കാം? ഒരു ഇൻഷുറൻസ് കമ്പനിക്കാര്, അല്ലെ? അങ്ങനെയുള്ള മറ്റ് തേർഡ് പാർട്ടീസ് ഒക്കെ ഈ ഒരു നല്ല അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പൊ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സെലക്ട് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അതിൽ അക്രഡിറ്റേഷൻ
അക്രഡിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റലുകളുണ്ട്. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏത് ഹോസ്പിറ്റലായിരിക്കും? ഏത് ഹോസ്പിറ്റലായിരിക്കും? അക്രഡിറ്റഡ് ആയിരിക്കും. അല്ലാത്ത ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് എടുത്ത് സെലക്ട് ചെയ്യുക? അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇപ്പൊ ഒരു ഇൻഷുറൻസ് കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടീസ് ആയിക്കോട്ടെ, അവരൊരു വസ്തുനിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ ഈ അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനങ്ങളെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതും ആ ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് തന്നെയാണ് അല്ലെ? അവർക്ക് ഇങ്ങനെയുള്ള ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് ഈ അക്രഡിറ്റേഷൻ കിട്ടിയത് കൊണ്ടാണ് സാധിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനീസോ മറ്റ് തേർഡ് പാർട്ടി ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഈ പറയുന്ന ഹോസ്പിറ്റലുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു തിരഞ്ഞെടുക്കൽ നടക്കുന്നത് ഈ അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് മൂലമാണ്. Then accreditation provides access to reliable and certified information on facilities, infrastructure and level of care. ഇനി അടുത്തത് എന്താ പറയുന്നത്? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തിനോടൊക്കെയുള്ളത്? അക്രഡിറ്റേഷൻ പ്രൊവൈഡ് അക്സസ് ടു റിലയബിൾ, വളരെ വിശ്വസനീയമായിട്ടുള്ള ആൻഡ് സർട്ടിഫൈഡ് ഇൻഫർമേഷൻ ഓൺ ഫെസിലിറ്റീസ്, എല്ലാ ഫെസിലിറ്റികളും അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിലോട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലെവൽ ഓഫ് കെയറിലോട്ടുള്ള ഒരു അസസ് ചെയ്യുക ഒരു പ്രവേശനമാണ് അല്ലെ? ഒരു അക്രഡിറ്റേഷൻ കിട്ടുക അല്ലെങ്കിൽ ആ ഒരു കിട്ടിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ അവര് തരുന്ന സർവീസുകൾ നമുക്ക് വിശ്വസനീയമാണ് അല്ലെ? റിലയബിൾ അല്ലേ? ആണോ? വിശ്വസനീയമാണ് അല്ലെ? അവിടുത്തെ ഫെസിലിറ്റികളായിക്കോട്ടെ, സൗകര്യങ്ങളായിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളായിക്കോട്ടെ, ലെവൽ ഓഫ് കെയർ, അവിടെ കൊടുക്കുന്ന പരിചരണത്തിന്റെ നിലവാരമായിക്കോട്ടെ, ഇതെല്ലാം ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് അല്ലെ? വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന രീതിയിലാണ്. അവർക്ക് വിശ്വസനീയമായിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സൗകര്യങ്ങളിലേക്കുള്ള ഒരു അസസ് അല്ലെങ്കിൽ ഒരു ലഭ്യമാകുന്ന ഒരു പ്രവേശനമാണ് ശരിക്കും അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാകുമ്പോ അവിടെ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനിക്കാരോ അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടീസോ അവരെ ആ ഒരു ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് ആ ഒരു സ്ഥാപനത്തിന് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതാണ് എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ഇതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുക. അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് അവരെ ഇത്രയും നല്ല രീതിയിൽ പ്രയോറിറ്റൈസ് എടുത്ത് മുൻഗണന കൊടുത്ത് തന്നെ തിരഞ്ഞെടുക്കപ്പെടും. അപ്പൊ അവിടെ ആ ഒരു അക്രഡിറ്റേഷൻ വഴി അത് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടേക്ക് നമുക്ക് എങ്ങനെയുള്ള ഒരു പ്രവേശനം കിട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനത്തെ സർവീസിലേക്കുള്ള പ്രവേശനം കിട്ടുന്നത്? വളരെ വിശ്വസനീയമായിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഉയർന്ന ലെവൽ ഓഫ് കെയർ അല്ലെങ്കിൽ പരിചരണവും ഒക്കെ കിട്ടും എന്ന ഒരു വിശ്വസനീയമായിട്ടുള്ള ആ ഒരു സർവീസുകളിലേക്ക് അല്ലെങ്കിൽ സൗകര്യങ്ങളിലേക്കുള്ള ഒരു പ്രവേശനമാണ് ശരിക്കും അക്രഡിറ്റേഷൻ എന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ക്ലിയർ ആണോ? എംപാനൽമെന്റ് ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് വരുന്നതാണ് അതർ ബെനിഫിറ്റ്സ്. മറ്റ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? The accreditation also has many other benefits such as establishment of uniform policies, procedures and records, measurement of indicators of performance, management system and clinical system. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാവുമ്പോ എത്ര സ്ഥാപനം ഉണ്ടെങ്കിലും ഒരുപോലെ ആയിരിക്കും അവര് ചെയ്യുന്ന പോളിസികളായിക്കോട്ടെ, പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, റെക്കോർഡുകളായിക്കോട്ടെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചതല്ലേ? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററില് 32 ഫോർമുലാസ് ഒക്കെ പഠിച്ചില്ലായിരുന്നോ? പഠിച്ചു. അപ്പൊ ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ആയിക്കോട്ടെ, മെഷർമെന്റുകളായിക്കോട്ടെ, അവിടുത്തെ മാനേജ്മെന്റ് സംവിധാനമായിക്കോട്ടെ, അവരുടെ ക്ലിനിക്കൽ പരമായിട്ടുള്ള സംവിധാനങ്ങളായിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒരു യൂണിഫോം ആയിരിക്കും ഇല്ലേ? എല്ലാ സ്ഥാപനത്തിലും ഒരേപോലെ ആയിരിക്കും ആണല്ലോ. ഒരു ഹോസ്പിറ്റലിന് ഒരു രീതിയിലുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മറ്റേ ഹോസ്പിറ്റലിന് അടുത്ത രീതിയിലുള്ള, അങ്ങനെയാണോ അവിടെ അക്രഡിറ്റേഷൻ നടത്തുന്നത്? അല്ല. ആ അക്രഡിറ്റഡ് ആയിട്ടുള്ള ബോഡീസിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ഒരേ രീതിയിലുള്ള ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും തന്നെയായിരിക്കണം ഫോളോ ചെയ്യുന്നത് അല്ലെ? അവിടെ തുല്യതയുണ്ട്, ഉണ്ടോ? ഒരു യൂണിഫോമിറ്റി ഉണ്ട്, ഏകീകൃതമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? ആണോ? എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെയല്ലേ? അപ്പൊ അവിടെ അങ്ങനെ ഒരു യൂണിഫോമിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അക്രഡിറ്റേഷൻ വഴി എല്ലാ സ്ഥാപനങ്ങളിലും എസ്റ്റാബ്ലിഷ് ചെയ്ത് നടപ്പിലാക്കും.
അവിടെ യൂണിഫോം ആയിട്ടുള്ള പോളിസികളായിരിക്കും, പ്രൊസീജിയേഴ്സ് ആയിരിക്കും, റെക്കോർഡുകളായിരിക്കും. അതുപോലെ തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ കോമൺ ആയിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചായിരിക്കും മെഷർമെന്റുകൾ ചെയ്യുന്നത്. അവരുടെ മാനേജ്മെന്റ് സംവിധാനവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ക്ലിനിക്കൽ സംവിധാനവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു യൂണിഫോമിറ്റി നമുക്ക് ഈ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപോലെ കാണാനായിട്ട് സാധിക്കും. സിസ്റ്റംസ് ആർ ഓൾസോ മോർ ട്രാൻസ്പാരന്റ് ആൻഡ് ഓപ്പൺ ടു ചേഞ്ച്. ഇനി അവിടെയുള്ള ഓരോ സംവിധാനങ്ങളും വളരെ ട്രാൻസ്പാരന്റ് ആണ്, സുതാര്യമാണ്, അല്ലെ, ഓപ്പൺ ടു ചേഞ്ച്. നമുക്ക് എന്ത് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ഇല്ലേ? ഒരു ഫിക്സഡ് ആയിട്ട് അങ്ങനെ തന്നെ നിലനിർത്തോ? ഒരു സംവിധാനം സർവീസ് കൊടുക്കുന്നുണ്ട്, സർവീസ് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവിടെ അങ്ങനെ തന്നെ നിലനിർത്തുകയല്ല ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടി സുതാര്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു അവസരം കൂടി അവിടെ അത് കൊടുക്കുന്നുണ്ട്, അല്ലെ? ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ നമുക്കത് ആവാം, അല്ലെ? അവിടെ അതിനുള്ളൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇംപ്രൂവ്മെന്റ് നടത്താൻ എത്ര വേണമെങ്കിലും ഇംപ്രൂവ്മെന്റ് നടത്താം, ആ സ്റ്റാൻഡേർഡിന് താഴെ പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് കൂടി ഈ ഒരു അക്രഡിറ്റേഷൻ വഴി കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? അതർ ബെനിഫിറ്റ്സ് ഓക്കെ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ബെനിഫിറ്റ്സ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ എന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരിക കേട്ടാ. തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മള് QC ആണ് പഠിക്കുന്നത് കേട്ടോ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, നേരത്തെ നോട്ട് ഇല്ലാത്തവര് ഒന്ന് കോപ്പി എടുത്ത് കയ്യിൽ വെച്ചേക്കണം കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ, ലാബിന്റെയുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് കേട്ടോ. അടുത്തതാണ് QCA, ദ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. QCAയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. QCA അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്താണ്, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് QCAയുടെ എക്സ്പാൻഡഡ് ഫോം അല്ലെങ്കിൽ ഷോർട്ട് ഫോം എന്താണ്, QCAയുടെ ഷോർട്ട് ഫോം, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഷോർട്ട് ഫോം എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് നോക്കിയേ, നമ്മളപ്പോ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നോക്കി, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ QCA was established up in 1997 jointly by the Government of India and the Indian industry, represented by the three premier industry association, that is Associated Chambers of Commerce and Industry of India, ASSOCHAM, and Confederation of Indian Industry, CCI, and CII, and Federation of Indian Chamber of Commerce and Industry, FICCI. അവിടെ വരെ ഒന്ന് നിർത്താം കേട്ടോ. അത്രയും വരെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇതൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ വലിയൊരു സെന്റൻസ് ആണ്. അപ്പൊ അത് ആദ്യം ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയും. അപ്പൊ ഇവിടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCA എന്ന് പറയുന്നത് 1997 സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആരൊക്കെ സംയോജിതമായിട്ടാണ്? ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രി, നമ്മുടെ ഇന്ത്യൻ വ്യവസായത്തിലെ
അതിനെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസായത്തെ പ്രതിനിധീകരിക്കുന്ന 3 പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ, വ്യവസായ അസോസിയേഷനുകളാണ്. ഒന്നാമത്തേത് ഇതാ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, അസോച്ച. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു ടേം നിങ്ങൾ അതൊരു 3 എണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും ചോദിക്കാറുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കാറുള്ളത് ഈ അസോച്ചത്തിനെയാണ്. കാരണം ആ ഒരു നോക്കി നിങ്ങൾ അതിന്റെ ആ ഒരു ഷോർട്ട് ഫോമും എക്സ്പാൻഡഡ് ഫോമും തമ്മിൽ കുറച്ച് വ്യത്യാസമില്ലേ? ഉണ്ടോ? നമ്മൾ സാധാരണ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യാറ്, എന്നാൽ ഇവിടെ ഫസ്റ്റ് ലെറ്റേഴ്സ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. വ്യത്യാസമില്ലേ? അപ്പൊ തെറ്റാനുള്ള ചാൻസ് കൂടുതലുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചോദിച്ച് കണ്ടിരിക്കുന്നതും അസോച്ചത്തെ കുറിച്ചായിരിക്കും കേട്ടോ. അപ്പൊ അത് 3 എണ്ണവും അണ്ടർലൈൻ ചെയ്ത് വെച്ച് അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും ഒന്ന് പഠിക്കാം. മറ്റതിന്റെയൊക്കെ നമുക്ക് മാറിപ്പോവില്ല, കാരണം അതിന്റെയൊക്കെ സെയിം ആയിട്ട് തന്നെ ഫസ്റ്റ് ലെറ്റേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അസോച്ചത്തിന്റെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ. നോക്കിയ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യൻ വ്യവസായത്തിലെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന 3 പ്രമുഖ വ്യവസായ അസോസിയേഷനുകളാണ് ഈ 3 എണ്ണം. ജസ്റ്റ് നിങ്ങൾ ആ പേര് മാത്രം പഠിച്ചാൽ മതി, എന്താണെന്നൊന്നും പഠിക്കേണ്ട കേട്ടോ. അതിൽ ഒന്നാമത്തേത് അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, അസോച്ച. രണ്ടാമത്തേത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, CII. മൂന്നാമത്തേത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, FICCA. ഇത് 3ഉം അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി സംയോജിതമായിട്ട് 1997 സ്ഥാപിതമാക്കിയ ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCA എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? ഇതൊറ്റയടിക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇത് എടുത്ത് പറഞ്ഞത്. ഈ 3 സ്ഥാപനങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി സംയോജിതമായിട്ട് 1997 സ്ഥാപിതമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCA. എന്തിനു വേണ്ടി? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ ആൻഡ് പ്രൊമോട്ട് ക്വാളിറ്റി ത്രൂ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ. അതായത് ഇവിടെ ഒരു നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ, ഒരു അന്താരാഷ്ട്ര അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഒരു അക്രഡിറ്റേഷൻ ഘടന സ്ഥാപിക്കുക, അത് പ്രവർത്തിപ്പിക്കുക. അതുപോലെ തന്നെ പ്രൊമോട്ട് ക്വാളിറ്റി ത്രൂ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ. നമ്മുടെ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ ആ ഓരോ സ്ഥാപനങ്ങളിലും ആ ഒരു ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും സ്ഥാപിതമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് QCA എന്ന് പറയുന്നത്. അപ്പൊ QCA ഏതൊക്കെ 3 വ്യവസായ സ്ഥാപനങ്ങളും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും കൂടി സംയോജിതമായിട്ട് സ്ഥാപിച്ചതായിരുന്നു. അത് എന്തിനു വേണ്ടിയാണ് QCA സ്ഥാപിച്ചത്? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ, ഒരു നാഷണൽ ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ഘടന സ്ഥാപിക്കുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതും. ഓരോ സ്ഥാപനങ്ങളിലും ഒരു നാഷണൽ ലെവലിലുള്ള ഒരു അക്രഡിറ്റേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന കൊണ്ടുവരണം, അതവിടെ സ്ഥാപിപ്പിക്കണം, അത് പ്രവർത്തിപ്പിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ ആ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം പ്രോത്സാഹിപ്പിക്കുക മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഒരു ഫസ്റ്റ് ഭാഗം ഒറ്റയടിക്ക് ഒരുപോലെ അങ്ങോട്ട് ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കുറച്ചൊരു ഭാഗങ്ങളായിട്ട് പഠിക്കുന്നതായിരിക്കും കേട്ടോ, കുറച്ച് എളുപ്പം. അങ്ങനെ വായിച്ചു നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ക്ലിയർ ആണോ ഈ 2 സെന്റൻസ്? 2 ഓക്കെ ആണോ? 2 നല്ലത് ഒരൊറ്റ സെന്റൻസ് ആയിട്ട് കിടക്കണ്ടേ? ക്ലിയർ ആണോ അത്? ഓക്കെ. 1997 ആണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, അത് നോട്ട് ചെയ്തേക്കണം കേട്ടോ. ഏത് വർഷമാണ് അങ്ങനെ ചിലതിന്റെ ഇയർ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നുകൂടി നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഒന്നുകൂടെ പറയണം. ഷോർട്ട് ആയിട്ട് മിസ് പറഞ്ഞുതരാം കേട്ടോ. വേഗം ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അടുത്തത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലായാലേ മറ്റത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. 1997 1997 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസായത്തെ പ്രതിനിധീകരിക്കുന്ന 3 പ്രമുഖ അസോസിയേഷനുകളാണ് അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ
ഇന്ത്യ. രണ്ടാമത്തത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. മൂന്നാമത്തത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഈ 3 സ്ഥാപനങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ജോയിൻലി എസ്റ്റാബ്ലിഷ് ചെയ്ത 1997 സ്ഥാപിതമാക്കിയ ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടി സ്ഥാപിതമാക്കിയിട്ടുള്ളതാണ്? ഇതൊരു നാഷണൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഘടന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തുകയും അതിലൂടെ ഓരോ സ്ഥാപനങ്ങളിലും ആ ഒരു അക്രഡിറ്റേഷൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യണം. രണ്ടാമത്തതായിട്ട് നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് വായിച്ചു നോക്കി. നമുക്ക് കുറച്ചും കൂടി ഒന്ന് കണക്റ്റഡ് ആക്കാൻ പറ്റും കേട്ടോ. The QCA is registered as a not-for-profit society with its own memorandum of association and rules and regulations. ഈ QCA എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് സൊസൈറ്റി ആയിട്ടാണ്. അതായത് ഒരു ലാഭേച്ഛയില്ലാത്ത ലാഭേച്ഛയില്ലാത്ത ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. With its own memorandum of association. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പങ്കാളിത്ത പത്രികയും അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ സ്വന്തമായിട്ട് അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. Then the Department of Industrial Policy and Promotion, that is Ministry of Commerce and Industry, is the nodal ministry for QCA. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ ഏത് ഡിപ്പാർട്ട്മെന്റാ? The Department of Industrial Policy and Promotion. എന്തിനു കീഴിൽ വരുന്നതാ? നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ എന്താ? ഏതാണ്? കേട്ടിട്ടുണ്ടോ? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ വ്യവസായ മന്ത്രാലയം എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തില് നമ്മുടെ വ്യവസായ മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം അല്ലെ, അതിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അതായത് ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് QCAയുടെ ഒരു നോഡൽ മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു കേന്ദ്ര മന്ത്രാലയമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ QCAയുടെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നാ പറയണ്ടേ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ഏത് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാ? കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് QCAയുടെ നോഡൽ മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു കേന്ദ്ര മന്ത്രാലയമായിട്ട് പ്രവർത്തിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മിസ് പറഞ്ഞു തരുന്നത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. Accreditation facilitates international trade by way of establishing equivalence and global acceptance of certification and inspection and testing being undertaken by various conformity assessment bodies in areas of quality, environment, food safety, etc. ഇനി ഒരു QCAയുടെ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എന്തിനെ സുഗമമാക്കുന്നു എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തരത്തിലുള്ള ഒരു വ്യാപാരത്തെ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാപിപ്പിക്കാൻ സാധിക്കും. അതായത് ഇവിടെ നമുക്ക് QCA വഴി കിട്ടുന്ന ഒരു QCA വഴി നമുക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നു അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ QCAയുടെ കീഴിൽ നമ്മളിപ്പോ നാബ് അതുപോലെ തന്നെ ഒരു 5 അക്രഡിറ്റേഷൻ ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നാബിന്റെ കാര്യം തന്നെ നിങ്ങൾ എടുക്കാം. നാബിന്റെ ഒരു സർട്ടിഫിക്കേഷൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്ന് കണക്ട് ചെയ്ത് വരണം നിങ്ങൾ. വേ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇക്വലൻസ് ആൻഡ് ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഓഫ് സർട്ടിഫിക്കേഷൻ. ഒരു നാബിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ലെ, അതിനൊരു ആഗോള തലത്തിലുള്ള ഒരു നിലവാരമുള്ള ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പോലെയുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് അതിന് തുല്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ നമുക്ക് കിട്ടുന്നത്? ആണോ? ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഇല്ലേ അതിന്? ഉണ്ടോ? ഒരു ആഗോള തലത്തിൽ ആ ഒരു സർട്ടിഫിക്കേഷന് സ്വീകാര്യതയുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഒരു നാബിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന് അത്രയും വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ? ആണോ? നിങ്ങൾ എന്തൊരു റിപ്ലൈ ചെയ്യാത്തേ? ആണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ നിന്നുകൊണ്ട് അതിനോട് തുല്യമായ രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ പറ്റും
അല്ലെ? അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഒരു ആഗോള തലത്തിലുള്ള ഒരു സ്വീകാര്യത ആ സർട്ടിഫിക്കറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ത് വഴിയാ? ഈ QCയുടെ കീഴിലുള്ള ബോഡീസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നാവും അങ്ങനെയുള്ള ഒരു 5 എണ്ണം ഉണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന് കീഴിൽ നമ്മൾ ആ ഒരു ബോർഡുകൾ ഏതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു സർട്ടിഫിക്കേഷൻ അത്രയും കാര്യമുണ്ട്. അതൊന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്. ഇനിയിപ്പോ ഈ നാവ് എന്ന് പറയുന്നതാണെങ്കിലും QCയുടെ കീഴില് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടണം. അതിനുവേണ്ടി ഒത്തിരി പരിശോധനകൾ നടത്തും അല്ലെ? ഒരു ഹോസ്പിറ്റലിന് QCയുടെ കീഴിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അവിടെ പരിശോധനകൾ നടത്തില്ലേ? വെറുതെ സർട്ടിഫിക്കറ്റ് കൊടുക്കോ? ഇല്ല. അവിടെ ഇൻസ്പെക്ഷൻസ് നടത്തും, പരിശോധനകൾ നടത്തും. പല ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് ആരായിരിക്കും? വേരിയസ് കൺഫോമിറ്റി അസസ്മെന്റ് ബോഡീസ് ആയിരിക്കും അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് ബോഡികൾ, ഇപ്പൊ നമ്മുടെ നാവോ അല്ലെങ്കിൽ നബറ്റോ അങ്ങനെ ഓരോ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഈ അസസ്മെന്റ് ബോഡികൾ കൃത്യമായ പരിശോധനയും ടെസ്റ്റിങ്ങും നടത്തിയതിനു ശേഷമാണ് ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത്. ആണല്ലോ? ആണോ? In the areas of quality, environment, food safety, etc. ഏതൊക്കെ മേഖലകളിലാണ്? ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഏരിയാസ് നോക്കും അല്ലെ? അവരുടെ എൻവയോൺമെന്റ് എങ്ങനെയാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന ഏരിയാസ് നോക്കും. അതുപോലെ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെയുള്ള പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ടുള്ള ബന്ധപ്പെട്ട അതുമായി അനുബന്ധമായിട്ടുള്ള അസസിംഗ് ബോഡികൾ, ഇപ്പൊ നാവ്, നബറ്റ് പോലെയുള്ള അസസ്മെന്റ് ബോഡികളാണ്. അവര് കൃത്യമായിട്ടുള്ള പരിശോധനകളും ഇൻസ്പെക്ഷൻസും ടെസ്റ്റിംഗും ഒക്കെ നടത്തി അതിനനുസരിച്ചാണ് ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു ആഗോളതലത്തിൽ വരെയും സ്വീകാര്യതയുള്ള തുല്യമായിട്ടുള്ള ഇങ്ങനെയൊരു സർട്ടിഫിക്കേഷൻ QCയുടെ കീഴിൽ ലഭ്യമാക്കി നൽകുന്നത്. ക്ലിയർ ആയോ ആ ഒരു പോയിന്റ്? എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മാത്രം പോരാ, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ. ക്ലിയർ ആണോ ആ ഒരു പോയിന്റ്? മനസ്സിലായോ? അടുത്ത പോയിന്റ് കൂടി പറഞ്ഞിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, the national quality campaigns aims at promoting quality by enabling manufacturers and suppliers of goods or services to apply quality standards and tools, and at the same time empowering consumers to demand quality goods or services. ഈ രണ്ടാമത്തെ അടുത്ത് എന്താ പറയുന്നത്? നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലുള്ള ദേശീയ നിലവാരത്തിലുള്ള ആ ഒരു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിന്റെ എയിം സെറ്റ് എന്താണ്? അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ എയിംസ് അറ്റ് എന്താണ് അത് ലക്ഷ്യമാക്കുന്നത്? പ്രൊമോട്ടിംഗ് ക്വാളിറ്റി, ഗുണനിലവാരം പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞതാണ് അല്ലെ? ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഗുണനിലവാരം നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ പ്രൊമോട്ട് ചെയ്യുക. എങ്ങനെയാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നത്? ബൈ എനേബിളിംഗ് മാനുഫാക്ചറേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. ഈ പറയുന്ന ഗുഡ്സോ സർവീസുകളോ നിർമ്മിക്കുന്നവരും വിതരണം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? അതാണ് മാനുഫാക്ചറേഴ്സും സപ്ലയേഴ്സും. അവരുടെ ഇടയിൽ ടു അപ്ലൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പൊ അവരീ പറയുന്ന സാധനങ്ങളും സർവീസുകളും ഉണ്ടാക്കുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? നല്ല ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അപ്ലൈ ചെയ്യണം അല്ലെ? അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു. രണ്ടാമത്തെ കാര്യം, അറ്റ് ദ സെയിം ടൈം ഇതേ സമയം തന്നെ എംപവറിംഗ് കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യുന്നു? എംപവർ ചെയ്യുന്നു, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ശാക്തീകരിക്കുന്നു. എന്തിനു വേണ്ടി? കൺസ്യൂമേഴ്സ് ടു ഡിമാൻഡ് ക്വാളിറ്റി ഗുഡ്സ് ഓർ സർവീസസ്. നല്ല ഗുണനിലവാരമുള്ള സർവീസുകള് അല്ലെങ്കിൽ സാധനങ്ങള് ആവശ്യപ്പെടാനായിട്ട് കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യുന്ന അല്ലെങ്കിൽ ശാക്തീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ മാനുഫാക്ചേഴ്സ്, അപ്പൊ ഇവിടെ എല്ലാവരും ഉൾപ്പെട്ടില്ലേ? എല്ലാവരും ഉൾപ്പെട്ടോ? മാനുഫാക്ചേഴ്സ് ഉൾപ്പെട്ടു, സപ്ലയേഴ്സ് ഉൾപ്പെട്ടു, അത് വാങ്ങുന്ന കൺസ്യൂമേഴ്സും ഉൾപ്പെട്ടു അല്ലെ? ഉൾപ്പെട്ടോ? അവര് 3 പേരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത് ഈ 3 ആളുകളെ തന്നെയാണ്. അതിൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അവിടെ നിൽക്കട്ടെ, മറ്റ് മാനുഫാക്ചേഴ്സ് ആണെങ്കിലും സപ്ലയേഴ്സ് ആണെങ്കിലും അവരെന്താണ്? അവരൊരു ഗുഡ്സോ സർവീസുകളോ നിർമ്മിക്കുന്ന ആളുകളാണ്, അവരത് വിൽപ്പന ചെയ്യുന്ന ആളുകളാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകള് അവരുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡോട് കൂടിയുള്ള
ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം അവരെ നിലനിർത്തണം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകള് എന്ത് ചെയ്യും, നല്ല ക്വാളിറ്റിയിൽ എനിക്ക് വേണം എന്ന് കൺസ്യൂമേഴ്സിനെ ആവശ്യപ്പെടാനായിട്ട്, അങ്ങനൊരു ആവശ്യം അവർക്ക് പറയാനായിട്ട് അവർ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ എംപവർ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് മാനുഫാക്ചറേഴ്സും സപ്ലയേഴ്സും വിതരണം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകളിൽ നല്ല ക്വാളിറ്റി അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ സെയിം ടൈം എന്താ ചെയ്യേണ്ടത്, കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യണം, നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സോ സർവീസുകളോ എനിക്ക് വേണം എന്ന് ആവശ്യപ്പെടാനായിട്ട് ആ കൺസ്യൂമേഴ്സിനെ അതിനനുസരിച്ച് എംപവർ ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ശാക്തീകരിക്കുന്നു. ക്ലിയർ ആണോ? ആ ഒരു എന്താണ് നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ എന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. മിസ്സിന് മനസ്സിലാവുന്നില്ല, ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റത്തെ പോയിന്റ് നോക്കിയേ. ദ പ്രൊമോഷൻ ഓഫ് ക്വാളിറ്റി എൻകംപാസസ് all segments comprising manufacturing, health, education and public services. ഒരു ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതായത് ഒരു മാനുഫാക്ചറിങ് ആവാം, സപ്ലൈ ആവാം, അല്ലെ, ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്വാളിറ്റി ആവാം, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയുടെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവീസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ. ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളിലുമുള്ള എല്ലാ കാര്യങ്ങളുടെയും ക്വാളിറ്റി പ്രൊമോഷനും ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ അവര് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1997 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഈ മൂന്ന് പ്രമുഖ ഇന്ത്യൻ വ്യവസായങ്ങളുടെ മൂന്ന് പ്രമുഖ അസോസിയേഷൻസും കൂടി ചേർന്നാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ആ മൂന്നെണ്ണത്തിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത് പറഞ്ഞത് ഇത് എന്തിനു വേണ്ടിയ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, നമ്മുടെ കൃത്യമായിട്ട് ഒരു നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ, ദേശീയ നിലവാരത്തിലുള്ള ഒരു അക്രഡിറ്റേഷൻ ഘടന കൊണ്ടുവരാനും അത് പ്രവർത്തിപ്പിക്കാനും അതോടൊപ്പം തന്നെ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ ക്വാളിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. അപ്പൊ QC എന്ന് പറയുന്ന ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ്, ഒരു ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള പങ്കാളിത്ത പത്രികകളും നിയമങ്ങളും നിയന്ത്രണങ്ങളും സ്വന്തമായിട്ട് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുക. അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു QCAയുടെ ഒരു കേന്ദ്ര മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ്, ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു അംഗീകാരം ഈ ഒരു QCയിൽ നിന്നും കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള ഒരു ആഗോള നിലവാരത്തിലുള്ള ഒരു അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ബോർഡുകള്, അക്രഡിറ്റേഷൻ ബോഡീസ് കൃത്യമായ പരിശോധനകൾ നടത്തി ഇൻസ്പെക്ഷൻസും ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയാണ് ആ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇനി എന്താണ് ഒരു നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ? നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും മാനുഫാക്ചററോടും സപ്ലയറോടും പറയുന്നത് അവർ കൊടുക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകളിൽ ക്വാളിറ്റി നിലനിൽക്കുന്ന നിലവാരം അപ്ലൈ ചെയ്യുക, അതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യുന്നു, ശാക്തീകരിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകൾ ആവശ്യപ്പെടാനായിട്ട് കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യുന്നു അല്ലെങ്കിൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നതാണ് നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് കീഴിൽ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളും വരുന്നുണ്ട്. അതായത് ഒരു മാനുഫാക്ചറിങ് മാത്രമല്ല, സപ്ലൈ മാത്രമല്ല, അല്ലെങ്കിൽ പബ്ലിക് സർവീസുകൾ വരുന്നുണ്ട്, ഹെൽത്ത് സെക്ടേഴ്സ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ മേഖലകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മേഖലകളുടെയും ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മിസ്സിന്റെ ചോദിക്കാം കേട്ടോ. താങ്ക് യു.